ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് 2-ലെ മാക്രോ എക്കണോമിക്സ് ആണ്. അതിനകത്ത് യൂണിറ്റ് 1 ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മാക്രോ എക്കണോമിക്സ്? അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമ്മൾ അതാണ് നോക്കുന്നത്. എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ? മാക്രോ എക്കണോമിക്സ്. The word macro comes from the Greek word macros, which means large, in 1933. Okay, 1933-ലാണ് മാക്രോ എന്നൊരു വേർഡ് ഉത്ഭവിച്ചത്. ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്ക് വേർഡായ മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ലാർജ് അല്ലെങ്കിൽ വലുത് അല്ലേ. മറ്റേ മൈക്രോയുടെ എന്തായിരുന്നു? മൈക്രോസ് അതിനെന്തായിരുന്നു? സ്മോൾ എന്നായിരുന്നു അല്ലേ. ഇതെന്താണ്? മാക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ്. ഓക്കെ, ലാർജ് എന്ന് പറയുമ്പം എക്കണോമിക് ആസ് എ ഹോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ലാർജ്. ഓക്കെ, നെക്സ്റ്റ്, the term macro was first used in economics by Ragnar Frisch in 1933. 1933 റാഗ്നർ ഫ്രിഷ് ആണ് എന്ത് മാക്രോ എന്ന് പറയുന്ന ഒരു വേർഡിനെ തന്നെ എന്ത് ചെയ്യുന്നത്? എക്കണോമിക്സിലേക്ക് ഫസ്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ, എക്കണോമിക്സിലേക്ക് ഫസ്റ്റ് മാക്രോ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തത് ആരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. ഏത് വർഷം? 1933. ഇതൊക്കെ എന്താണ്? മീനിങ്ങിൻ്റെ അവിടെ വരുന്നതാണ്. ഈ മാക്രോ എക്കണോമിക്സിൻ്റെ മീനിങ് ചോദിച്ചാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇതെല്ലാം എഴുതണം. ഓക്കെ, ബട്ട് ദി ക്രെഡിറ്റ് ഗോസ് ടു കെയ്ൻസ് ഹു ഫൈനലി ഡെവലപ്ഡ് എ ജനറൽ തിയറി ഓഫ് ഇൻകം, ഔട്ട്പുട്ട് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് പറഞ്ഞത്? ബട്ട് ദി ക്രെഡിറ്റ് ഗോസ് ടു കെയ്ൻസ്. ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്? എന്തിന് ക്രെഡിറ്റ് പോകുന്നത്? അതായത് മാക്രോ എക്കണോമിക്സിനെ ഡെവലപ്പ് ചെയ്തത്, അതിനകത്തെ ജനറൽ തിയറി ഓഫ് ഇൻകം, ഔട്ട്പുട്ട്, അൺഎംപ്ലോയ്മെൻറ്റ് എന്നീ ഓരോ കോൺസെപ്റ്റുകളുണ്ടല്ലോ, അതൊക്കെ ഇട്ടുകൊടുത്ത ആരാണ്? ഇട്ടുകൊടുത്ത ആ എക്കണോമിക്സിനെ, മാക്രോ എക്കണോമിക്സിനെ ഡെവലപ്പ് ചെയ്ത ആരാണ്? കെയ്ൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണ്? കെയ്ൻസിനാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സ് മീനിങ് ചോദിച്ചാൽ നമുക്ക് ഇത്ര എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ മാക്രോ എക്കണോമിക്സ് വേർഡ് എവിടെ നിന്നാണ് വന്നത്? ഏത് വർഷമാണ്? ആരാണ് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തത്? ആരാണ്? പിന്നീട് നമുക്ക് പറയാൻ പറ്റും ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടപ്പോൾ മാക്രോ എക്കണോമിക്സിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നും അഗ്രിഗേറ്റ് സപ്ലൈ എന്നും അങ്ങനെയുള്ള കുറേ വേർഡുകൾ ഉപയോഗിച്ചു. അവിടെ എന്താണ് നമ്മൾ എക്കണോമി ആസ് എ ഹോൾ എന്നാണെന്ന് പറഞ്ഞു. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിൽ ഒരു എക്കണോമിയെ, ഒരു സാമ്പത്തിക വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്ന ശാഖയാണെന്നത് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു വൈഡർ സ്റ്റഡിയാണെന്നത് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോവാം. മീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ എന്താണ്? ഡെഫിനിഷനാണ് നോക്കുന്നത്. ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ 3-4 ഡെഫിനിഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്താണ് ബൈഹാർട്ട് ചെയ്യുക. അതിലത് ഒരു ഡെഫിനിഷനാണ് ഗാർട്ട്നർ അഗ്ലേയുടെ ഒരു ഡെഫിനിഷൻ പറയാം. മാക്രോ എക്കണോമിക്സ് is the study of the forces of factors that determine the levels of aggregate production, employment and prices in an economy and their rates of change over time. എന്താ അർത്ഥം പറഞ്ഞേ? അറിയാം. എന്താണ് മാക്രോ എക്കണോമിക്സ്? ഇസ് എ സ്റ്റഡി. ഇതൊരു സ്റ്റഡിയാണ് അല്ലേ. എന്തിനെക്കുറിച്ച്? ഓഫ് ഫോഴ്സസ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ലെവൽസ്. നമ്മൾ ഓരോ ഫാക്ടേഴ്സിനെയും ഫോഴ്സസ് ചെയ്ത് അത് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു? അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസസ് ഇൻ ആൻ എക്കണോമി ആൻഡ് ദെയർ റേറ്റ്സ് ഓഫ് ചേഞ്ച് ഓവർ ടൈം. നമ്മൾ കൊടുക്കുന്ന ഓരോ ഫാക്ടേഴ്സിനും അതിൽ നിന്ന് നമ്മൾ എന്താണ് അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓരോ ലെവൽസ് എന്താണ്? എന്ത് ലെവൽസാണ്? ഓരോ സമയത്തും ചേഞ്ച് ഇൻ ഓവർ ടൈം, ഓരോ സമയക്രമത്തിൽ എന്തിലെല്ലാം മാറ്റം? അഗ്രിഗേറ്റ് പ്രൊഡക്ഷനിലെ, എംപ്ലോയ്മെൻറ്റ്, പ്രൈസസ് ഇൻ ആൻ എക്കണോമി ആൻഡ് ദെയർ റേറ്റ്സ് ഓഫ് ചേഞ്ച് ഓവർ ടൈം. ഇതെല്ലാം കൂടി
എല്ലാം കൂടിയുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വൈഡർ സ്റ്റഡിയാണ് നമ്മൾ പറഞ്ഞു, വൈഡർ സ്കോപ്പുമാണുള്ളത്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ദി ഫോഴ്സസ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ലെവൽസ് ഓഫ് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസസ് ഇൻ ആൻ എക്കണോമി ആൻഡ് ദെയർ റേറ്റ്സ് ഓഫ് ചേഞ്ച് ഓവർ ടൈം. അപ്പോൾ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇവിടെ ഡൗട്ടൊന്നും വരാനുള്ള സാധ്യതയില്ലല്ലോ? ഓക്കെ, ഇവിടെ മീനിങ് നമ്മൾ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. എന്താണ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്? ഇനി മാക്രോ എക്കണോമിക്സിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? എന്തെല്ലാം സാധ്യതകളാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിനകത്ത് ഉള്ളത്? ഫസ്റ്റ് വൺ നോക്കിക്കേ, എക്കണോമിക് ഗ്രോത്ത്. സെക്കൻഡ് വൺ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്. ഫോർത്ത് വൺ ഇൻ്റർനാഷണൽ ട്രേഡ്. ഫിഫ്ത്ത് വൺ ഫിസ്ക്കൽ പോളിസി. സിക്സ്ത് വൺ മോണിറ്ററി പോളിസി. സെവൻത് വൺ മാക്രോ എക്കണോമിക് മോഡൽസ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, മാക്രോ എക്കണോമിക് സ്റ്റഡീസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് സച്ച് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമ്മുടെ എക്കണോമിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ എല്ലാം ഗ്രോത്ത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? മാക്രോ എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. സെക്കൻഡ് വൺ ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാക്രോ എക്കണോമിക്സ് എക്സാമിൻസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ദ വേസ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ത്രൂ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. മാക്രോ എക്കണോമിക്സ് എന്തിനെ എക്സാം ചെയ്യുന്നു? ഇൻഫ്ലേഷനുള്ള കാരണങ്ങളും അതിൻ്റെ കോൺസിക്വൻസസും കണക്കാക്കുന്നു അല്ലേ, എക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരിതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ വേസ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ത്രൂ അവരെന്ത് കൊടുക്കുന്നു? മോണിറ്ററി പോളിസീസും ഫിസ്ക്കൽ പോളിസീസും ഒക്കെ എന്ത് ചെയ്യുന്നു? അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സിൻ്റെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാൻ, എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഇനി അൺഎംപ്ലോയ്മെൻറ്റിൽ എന്താണ്? മാക്രോ എക്കണോമിക് സ്റ്റഡീസ് ദ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഗവൺമെൻറ് പോളിസീസ് ഇൻ റെഡ്യൂസിങ് ഇറ്റ്. അതായത് മാക്രോ എക്കണോമിക്സ് എന്തിനെ സ്റ്റഡി ചെയ്യുന്നു? അൺഎംപ്ലോയ്മെൻറ്റിന് കാരണങ്ങൾ സ്റ്റഡി ചെയ്യുന്നു. എന്നിട്ട് ഗവൺമെൻറ് പോളിസീസ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഗവൺമെൻറ് പോളിസീസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് എക്സാമിൻ ചെയ്യുന്നതാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗത്ത് പറയുന്നത്. എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ്? Macroeconomics analyzes the factors that contribute to international trade such as exchange rates, tariff and trade agreements. അതായത് മാക്രോ എക്കണോമിക്സ് അനലൈസ് ചെയ്യുന്നു ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻ്റർനാഷണൽ, നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മാക്രോ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്സും താരിഫും ഒക്കെ എന്ത് ചെയ്യുന്നു? അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ട്രേഡ് എഗ്രിമെൻറ്റ്സും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നു. എന്താണ് ഫിസ്ക്കൽ പോളിസി? മാക്രോ എക്കണോമിക്സ് എക്സാമിൻസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്സ് ആൻഡ് ടാക്സേഷൻ ഓൺ ദി ഓവറോൾ എക്കണോമി ആൻഡ് ദി റോൾ ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. എക്കണോമിക് ഗ്രോത്തിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഫിസ്ക്കൽ പോളിസി ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാലോ, മാക്രോ എക്കണോമിക് സ്റ്റഡീസ് ദ ഇമ്പാക്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് പോളിസീസ് സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് മണി സപ്ലൈ ഓൺ ദി എക്കണോമി. നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസീസ് അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മോണിറ്ററി പോളിസിയിൽ നോക്കുന്നത്. പിന്നെ മാക്രോ എക്കണോമിക് മോഡൽസ്, അതിലെന്താണ് മാക്രോ എക്കണോമിക് മോഡൽസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ മോഡൽസ് ഉണ്ട്, ഫിലിപ്സ് കർവ് ഉണ്ട്, ISLM മോഡലുണ്ട്, ഇവയൊക്കെയുണ്ട്. ഈ മോഡലിൻ്റെ വേരിയസ് യൂസസ് ആണ് ഈ വേരിയസ് യൂസസ്
അത് ഓരോ വ്യക്തികളുടെയും ബിഹേവിയറിനെ മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മാക്രോ എക്കണോമിക് മോഡൽസ് ആളുകളുടെ സ്വഭാവത്തിനെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ഈ സ്കോപ്പിനകത്ത് മാക്രോ എക്കണോമിക് മോഡൽസിനകത്ത് പറയുന്നത്. ISLM മോഡലുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡലുണ്ട്. അങ്ങനെ ഓരോ മോഡലുകളും എങ്ങനെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെ അത് എന്ത് ചെയ്യുന്നു, അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു, വേരിയസ് യൂസസ് എന്തൊക്കെയാണെന്നാണ് അതിലൂടെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മീനിങ് പറഞ്ഞു. മാക്രോ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതിനുശേഷം അതിനൊരു ഡെഫിനിഷൻ കൊടുത്തു. ഡെഫിനിഷൻ കഴിഞ്ഞ് നമ്മൾ സ്കോപ്പ് പറഞ്ഞു. ഒരു 7 സ്കോപ്പ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, മാക്രോ എക്കണോമിക് വേരിയബിൾസ് എന്തൊക്കെയാണെന്ന്. എന്താണ് മാക്രോ എക്കണോമിക് വേരിയബിൾസ്? മാക്രോ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലാണുള്ളത്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ് ഉണ്ട്, എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് വേരിയബിൾസ് ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. മാക്രോ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്, എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇങ്ങനെ 3ആയിട്ടാണ് അതിൻ്റെ തിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, നമ്മൾ പഠിച്ചതിനകത്ത് നമ്മൾ ഫസ്റ്റ് കണ്ടത് എന്താണ് മാക്രോ എക്കണോമിക്കിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടു. പിന്നെ സ്കോപ്പ് കണ്ടു. അതിനുശേഷം മാക്രോ എക്കണോമിക്സിൻ്റെ വേരിയബിൾസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്. എന്താണ് സ്റ്റോക്ക് വേരിയബിൾസ്, എന്താണ് ഫ്ലോ വേരിയബിൾസ് എന്നുള്ളത് അറിയണം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേരിയബിൾ മെഷേർഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതായത് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്ന മെഷേർഡ് ആണല്ലേ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വേരിയബിളിനെ മെഷർ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേരിയബിൾ മെഷേർഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ് ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ വേരിയബിൾ മെഷേർഡ് ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ വേരിയബിളിനെ മെഷർ ചെയ്യുന്നത് സ്റ്റോക്കാണ്. എന്നാൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പീരീഡ് കൊടുക്കുക. ആ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വേരിയബിളിനെ മെഷർ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹാസ് നോ ടൈം ഡൈമെൻഷൻ. ഇവിടെ ഒരു ടൈം ഡൈമെൻഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ, ഇന്ന സമയം ഇന്ന അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ അതായത് ഇവിടെ എന്താണ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലേ നടക്കത്തുള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയും, ഇത്ര അങ്ങനെ എടുത്തു പറയും. പക്ഷേ സ്റ്റോക്ക് വേരിയബിൾസിന് ഇറ്റ് ഹാസ് നോ ടൈം ഡൈമെൻഷൻ. ഇവിടെ ഒരു ടൈം ഡൈമെൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഫ്ലോ വേരിയബിൾ പറയുമ്പോൾ എന്ത് പറയും? ഇറ്റ് ഹാസ് ടൈം ഡൈമെൻഷൻ. ഇവിടെ എന്തുണ്ട്? ടൈം ഡൈമെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ വരാം? പെർ ഡേ വരാം, പെർ ഹവർ വരാം, പെർ മന്ത് വരാം, പെർ ഇയർ വരാം, അല്ലേ? ചിലപ്പോൾ ഒരു ഡേ, ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ ഒരു അവർ ആയിരിക്കാം, ചിലപ്പം ഒരു മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം. ഇതൊക്കെ ഒരു ടൈം ഡൈമെൻഷനിലൂടെ കൊടുക്കുന്നതാണ് ഫ്ലോ വേരിയബിൾ. ടൈം ഡൈമെൻഷനിലൂടെ വേരിയബിളിനെ മെഷർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോ വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ടൈം ഡൈമെൻഷനും ഇല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. സ്റ്റാറ്റിക് അല്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലല്ലോ ടൈമിന് ഡയമെൻഷൻ ഇല്ല, അപ്പോൾ പിന്നെ ഒരു ചേഞ്ചസും അവിടെ ഇല്ല. ഒരു സമയത്ത്, ഒരു പർട്ടിക്കുലർ സമയത്ത് അത് നടക്കും. പോയിന്റ് ഓഫ് ടൈമിൽ ആ വേരിയബിളിനെ മെഷർ ചെയ്യും. ഇതൊരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. എന്നാൽ ഫ്ലോ വേരിയബിൾ എപ്പോഴും എന്തായിരിക്കും? ഡൈനാമിക് കോൺസെപ്റ്റ് ആയിരിക്കും. അവിടെ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്? ഒരു ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്. ഓക്കെ, അത് ക്ലിയർ ആയാലോ? ഇനി നോക്കിക്കേ, സ്റ്റോക്ക് വേരിയബിളിന് എക്സാമ്പിൾ ആണ് വെൽത്ത്, ബാങ്ക് ഡെപ്പോസിറ്റ്, ക്യാപിറ്റൽ, പോപ്പുലേഷൻ, എക്സെട്ര.
എന്നാൽ ഫ്ലോ വേരിയബിളിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഫോർമേഷന്, മോണിറ്ററി എക്സ്പെൻഡിച്ചർ എക്സെട്ര ആർ ദി ഫ്ലോ വേരിയബിൾസ്. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വെൽത്ത്, ബാങ്ക് ഡെപ്പോസിറ്റ്, ക്യാപിറ്റൽ, പോപ്പുലേഷൻ എക്സ്ട്രാ. ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. എന്നാൽ ഫ്ലോ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണല്ലേ. ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഫോർമേഷന്, മോണിറ്ററി എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എന്താണ്? ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻകവും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഒന്നെങ്കിൽ ഒരു ഡേ കിട്ടും, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു മന്തിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു ഇയറിൽ കിട്ടും, അല്ലേ? അങ്ങനെ ഓരോന്നും. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതുപോലെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു വർഷമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 വർഷമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാസത്തേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. അതായത് നമുക്കിതിന് എന്താണ് സ്പെസിഫിക് ആയിട്ട് ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ടൈം പറയാൻ പറ്റാത്തതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് നോ ടൈം ഡയമെൻഷൻ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സ്റ്റോക്ക് വേരിയബിൾസ് എപ്പോഴും എന്താണ്? ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഫ്ലോ വേരിയബിൾസ് എപ്പോഴും എന്താണ്? ഒരു ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. മനസ്സിലായല്ലോ? സ്റ്റോക്ക് വേരിയബിൾസും ഫ്ലോ വേരിയബിൾസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ നോക്കാം. എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വേരിയബിൾസ്. എന്താണ് എൻഡോജീനിയസ്, എന്താണ് എക്സോജീനിയസ്? ഓക്കെ, എൻഡോജീനിയസ് മീൻസ് ഡിറ്റർമൈൻഡ് വിത്ത് ഇൻ ദി മോഡൽ. അതായത് മോഡൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കണോമിക് മോഡലാണ്. എക്കണോമിക്സിനകത്ത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്ത് ഉള്ളതാണ് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് എക്കണോമിക് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, ഇതൊക്കെ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്കണോമിക് സിസ്റ്റം. നമ്മുടെ എക്കണോമിക്സ് പറയുമ്പോൾ എക്കണോമിക് സിസ്റ്റം. ഓക്കെ, ഡിറ്റർമൈൻഡ് വിത്ത് ഇൻ ദി മോഡൽ. അതായത് ഇത് എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഈ മോഡലിനകത്ത് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളെയാണ്, അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻഡോജീനിയസ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് തന്നെയാണെങ്കിൽ അതിനെ എൻഡോജീനിയസ് എന്ന് പറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് എക്സോജീനിയസ് വരുമ്പോൾ എന്താണ്? ഡിറ്റർമൈൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി മോഡൽ. അതായത് നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തുള്ള വേരിയബിൾസിനെ അനലൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, എക്സോജീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ? എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമൈൻഡ് വിത്ത് ഇൻ ദി മോഡൽ. അകത്ത്, നമ്മുടെ മോഡലിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് എൻഡോജീനിയസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പുറത്ത്, അതായത് നമ്മുടെ മോഡലിന് പുറത്ത് നമ്മൾ പുറത്തുള്ള വേരിയബിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സോജീനിയസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ആ കോൺസെപ്റ്റ്? രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡ്യൂസ്ഡ് വേരിയബിൾ. എന്താണ് ഇതിനെ എന്തെന്ന് വിളിക്കപ്പെടുന്നു? എൻഡോജീനിയസ് വേരിയബിൾസിനെ ഇൻഡ്യൂസ്ഡ് വേരിയബിൾസ് എന്നും എക്സോജീനിയസ് വേരിയബിൾസിനെ ഓട്ടോണമസ് വേരിയബിൾസ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എൻഡോജീനിയസ് വേരിയബിൾസിനെ ഇൻഡ്യൂസ്ഡ് വേരിയബിൾ എന്നും എക്സോജീനിയസ് വേരിയബിൾസിനെ ഓട്ടോണമസ് വേരിയബിൾസ് എന്നും അറിയപ്പെടുന്നു. അത്രയും മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ, എക്സാമ്പിൾ പറയുമ്പോൾ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങളല്ലേ പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ. എന്നാൽ പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ എന്താണ്? എക്സോജീനിയസ് ആണ്. നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ. എന്നാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രൈസ്, ക്വാണ്ടിറ്റി, ഇതൊക്കെ. ഓക്കെ, അതിലെ ചേഞ്ചസ് ആണ് എൻഡോജീനിയസ്. എക്സോജീനിയസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളുടെ ചേഞ്ചസ് ആണ്. അത് പുറത്തെ ചേഞ്ചസ് ആണ്. ഓക്കെ, ഇത് നോക്കിയേ, an endogenous change is a change in an endogenous variable in response to an exogenous change that is imposed upon the model. അതായത് എൻഡോജീനിയസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സോജീനിയസിലെ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് നമ്മുടെ എൻഡോജീനിയസ് വേരിയബിളിലേക്ക് എക്സോജീനിയസ് ചേഞ്ചസ് നമ്മുടെ ഈ മോഡലിലേക്ക്, അതായത് എൻഡോജീനിയസ് വേരിയബിൾസിലേക്ക് എന്ത് ചെയ്യുന്നു? ഇമ്പോസ് ചെയ്യുമ്പോഴുള്ള ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോജീനിയസ് ചേഞ്ച് എന്ന് പറയുന്നത്. എൻഡോജീനിയസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോജീനിയസ്
ചേഞ്ചസിനെ നമ്മുടെ മോഡലിലേക്ക് ഇമ്പോസ് ചെയ്യുമ്പോൾ എൻഡോജീനിയസ് വേരിയബിളിൻ്റെ ആ റെസ്പോൺസിബിൾ ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻഡോജീനിയസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം എക്സോജീനിയസിലെ ചേഞ്ചസ് എന്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, എൻഡോജീനിയസിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എക്സോജീനിയസ് എന്ന് പറഞ്ഞാലോ, എക്സോജീനിയസ് ചേഞ്ച് ഈസ് എ ചേഞ്ച് ഇൻ ആൻ എക്സോജീനിയസ് വേരിയബിൾ. ഇവിടെ വേറൊന്നിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും ബാധകമല്ല. എക്സോജീനിയസ് വേരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് എക്സോജീനിയസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ എൻഡോജീനിയസ് ചേഞ്ച് വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞു, എക്സോജീനിയസ് എന്താണെന്ന് പറഞ്ഞു. എൻഡോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദി മോഡൽ, നമ്മൾ വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നത് വിത്തിൻ ദി മോഡലിനകത്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഓഫ് ദി മോഡലാണ്. ഓക്കെ, പുറത്തുള്ള മാറ്റങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നോക്കി, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എൻഡോജീനിയസിനെ ഇൻഡ്യൂസ്ഡ് വേരിയബിൾ എന്നും എക്സോജീനിയസിനെ ഓട്ടോണമസ് വേരിയബിൾ എന്നും അറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു, അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. എൻഡോജീനിയസിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയുമാണ്. പിന്നെ എക്സോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ നമ്മൾ പറഞ്ഞു എൻഡോജീനിയസിലെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എക്സോജീനിയസിലെ ചേഞ്ചസ് എൻഡോജീനിയസിലേക്ക് എന്ത് ചെയ്യുക, ഇമ്പോസ് ചെയ്യുമ്പോൾ, മോഡലിലേക്ക് ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് എൻഡോജീനിയസ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ എക്സോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോജീനിയസ് വേരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എക്സോജീനിയസ് ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി അടുത്ത നോക്കാം. എന്താണ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻ്റ് വേരിയബിൾ? ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ്, ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രൻ. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു അല്ലേ. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും അല്ലേ. ഇൻഡിപെൻഡൻ്റ് അത് ഒന്നാമത്തെ പോയിന്റ് കോസിനെയാണ് കാണിക്കുന്നതെങ്കിൽ ഡിപ്പെൻഡൻ്റ് എപ്പോഴും എന്തിനെയായിരിക്കും കണക്കാക്കുന്നത്, എഫക്റ്റിനെ ആയിരിക്കും അല്ലേ. ഇൻഡിപെൻഡൻ്റ് എപ്പോഴും ഒരു കോസ് ആയിരിക്കും, ഒരു കാരണമായിരിക്കും. ഡിപ്പെൻഡൻ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു എഫക്റ്റ് ആയിരിക്കും അല്ലേ. ആ കോസിൽ നിന്ന് കിട്ടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റഡ് ആണ്, ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ മെഷേർഡ് ആണ്. ഡിപ്പെൻഡൻ്റ് എപ്പോഴും എന്താണ്, മെഷേർഡ് ആണ്. ഇൻഡിപെൻഡൻ്റ് എപ്പോഴും മാനിപ്പുലേറ്റഡ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, വേരിയബിൾ ദാറ്റ് ഈസ് ചേഞ്ച്ഡ്, വേരിയബിൾ അഫക്റ്റഡ് ബൈ ദി ചേഞ്ച്. അതായത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ ദാറ്റ് ഈസ് ചേഞ്ച്ഡ്, നമുക്ക് വേരിയബിൾസിനെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ അഫക്റ്റഡ് ബൈ ദി ചേഞ്ച്, ഓരോ വേരിയബിൾസിനെ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു, ആ ചേഞ്ച് ഓരോ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ. വേരിയബിൾ അഫക്റ്റഡ് ബൈ ദി ചേഞ്ച്, ഓരോ ചേഞ്ചും വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കുക, അപ്പം നമ്മൾ കൂടുതലായിട്ടും വെള്ളം ഉപയോഗിച്ചു, അത് വേരിയബിൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണ്, വെള്ളം ഒഴിക്കുന്ന നമ്മൾ ആ വേരിയബിൾ എന്ത് ചെയ്തു, നമ്മൾ അതിനകത്ത് വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ എന്താണ്, ചേഞ്ചസ് ആണ് വേരിയബിളിനകത്ത് ഉണ്ടാകുന്നത് അല്ലേ. ആ ചേഞ്ച് നമ്മൾ എന്തിലുണ്ടാകും, നമ്മുടെ ചെടി നശിച്ചു പോകാനിടയാവുന്നു. അപ്പോൾ അതിന് എന്താണ്, വേരിയബിൾ അഫക്റ്റഡ് ബൈ ദി ചേഞ്ച്. നമ്മൾ ചേഞ്ച് ചെയ്ത വേരിയബിൾ എന്തിനെ അഫക്റ്റ് ചെയ്തു, നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അതാണ് ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും ഒന്നില്ലെങ്കിൽ ഒന്നില്ല അങ്ങനെയുള്ള രീതിയിൽ. ഓക്കെ, അതായത് പ്രൈസും ഡിമാൻഡും എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. പ്രൈസിനെ ആര് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയുന്നു, ഇപ്പോൾ പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് കൂടുന്നു. അപ്പം ഇവ തമ്മിൽ എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. ഇനി അടുത്തത്, അപ്പം 3 വേരിയബിൾസ് ആണ് പഠിച്ചത്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്, എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഇങ്ങനെ 3 വേരിയബിൾസ് ആണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത നോക്കിക്കേ, എന്താണ് സർക്കുലർ ഫ്ലോ? സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് കഴിഞ്ഞു. ഇനി അടുത്ത സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നതേ നമുക്കറിയാൻ പറ്റും. എന്താണ്?
കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. സർക്കുലർ ഫ്ലോ ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ, ഫ്ലോയാണ്. ഓക്കെ, നോക്കിക്കേ പിക്ചർ നോക്കിയേ. ഫസ്റ്റ് പിക്ചർ ഇതിനകത്ത് 2 സെക്ടർ എക്കണോമിയുടെയാണ് പറയുന്നത്. 2 സെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാണ്? ഹൗസ് ഹോൾഡും ബിസിനസ് ഫേംസുമാണ് ഉള്ളത്. ഇവിടെ ആരൊക്കെയാണുള്ളത്? ഹൗസ് ഹോൾഡും ബിസിനസ് ഫേംസും. ഇവിടെ എന്തുണ്ട്? ഇൻകവും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്, അല്ലെങ്കിൽ ഇൻകവും ഉണ്ട്, കോസ്റ്റുമുണ്ട്. ഒരാൾക്ക് വരുമാനം കിട്ടുന്നെങ്കിൽ അത് മറ്റൊരാൾക്ക് എന്തായിരിക്കും? ചിലവായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പം ഹൗസ് ഹോൾഡും ഉണ്ട്, ബിസിനസ് ഫേംസും ഉണ്ട്. ഇവിടെ ആദ്യത്തെ താഴ്ഭാഗത്ത് ഇവിടെ നോക്കിയേ, ഫാക്ടർ മാർക്കറ്റിൽ ഫാക്ടർ പ്രൈസ് സർവീസസ് എന്നൊക്കെ ഉള്ളത് നോക്കിക്കേ. അവിടെ നോക്കിക്കേ, ഇതൊരു ഫാക്ടർ മാർക്കറ്റാണ്, ഇത് പ്രൊഡക്റ്റ് മാർക്കറ്റാണ്. ഓക്കെ, പ്രൊഡക്റ്റ് മാർക്കറ്റ് എവിടെ നടക്കുന്നത്? ബിസിനസ് ഫേംസിലാണ്. ഫാക്ടർ മാർക്കറ്റ് എവിടെ നിന്നാണ്? ഹൗസ് ഹോൾഡിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും ഓർത്തോണം. ഈ ഫിഗർ സർക്കുലർ ഫ്ലോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഈ ഫിഗർ വരച്ചേക്കണം, എന്നിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ, ഹൗസ് ഹോൾഡിൽ നിന്ന് എന്താണ് പോകുന്നത്? ഫാക്ടർ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫാക്ടർ സർവീസസ് പോവുക. എന്തൊക്കെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഒക്കെ എവിടെ നിന്നാണ് പോകുന്നത്? ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേമിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള എക്സ്പെൻഡിച്ചർ, അവിടെ നിന്നുള്ള ഇൻകം ആർക്കാ കിട്ടുന്നത്? ഹൗസ് ഹോൾഡിനാണ് കിട്ടുന്നത് അല്ലേ. ബിസിനസ് ഫേമിൽ നിന്ന് എന്ത് തിരിച്ച ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു? ഫാക്ടർ റിവാർഡ്സ് പോകുന്നു. അതായത് ലാൻഡിന് റെൻറ്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, എൻ്റർപ്രണർഷിപ്പിന് പ്രോഫിറ്റ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേമിലേക്ക് പോകുന്ന ഫാക്ടർ സർവീസസിന് പകരമായിട്ട് ബിസിനസ് ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് എന്ത് പോകുന്നു? ഫാക്ടർ റിവാർഡ്സ് പോകുന്നു. മനസ്സിലായല്ലോ? അതിൽ യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. ഇതൊരു ഫാക്ടർ മാർക്കറ്റാണ്. ഇപ്പോൾ സംഭവിച്ചത് ഫാക്ടർ മാർക്കറ്റാണ്. ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേമിനാണ്. ഇവിടെ ഇൻകം ആർക്കാണ്? ഹൗസ് ഹോൾഡിനാണ്. ഇവിടെ എക്സ്പെൻഡിച്ചർ ആർക്കാണ്? ബിസിനസ് ഫേംസിനാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത മുകളിലത്തെ ഫ്ലോ നോക്കൂ. പ്രൊഡക്റ്റ് മാർക്കറ്റ് നോക്കൂ. പ്രൊഡക്റ്റ് മാർക്കറ്റിനകത്ത് നമുക്ക് ബിസിനസ് ഫേംസ് ആണ് എപ്പോഴും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് ഫേംസ് ആണ് അല്ലേ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് ഫേംസ് ആണ്. ബിസിനസ് ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് എന്ത് കൊടുക്കണം? എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിന് ഒരു വില നമ്മൾ കൊടുക്കും. ആ വാങ്ങിക്കുന്ന സാധനങ്ങൾ സേവനങ്ങൾക്ക് നമ്മളൊരു വില കൊടുക്കുന്നുണ്ടല്ലോ. അത് ആർക്കാണ് പോകുന്നത്? ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേംസിലേക്കാണ് പോകുന്നത്. അപ്പം ബിസിനസ് ഫേംസ് കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രതിഫലമായിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചേഴ്സ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ ആർക്ക് കൊടുക്കുന്നു? ബിസിനസ് ഫേംസിന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആർക്കാണ് ഇൻകം? ആർക്കാണ് എക്സ്പെൻഡിച്ചർ? ഇവിടെ ബിസിനസ് ഫേമിനാണ് ഇൻകം, അവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിനാണ്. ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്നതിനെയാണ് സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. സർക്കുലർ ഫ്ലോ ഒന്നുമില്ല പഠിക്കാൻ. സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെക്ടറിൻ്റെയാണ് കാര്യമാണ് പറയുന്നത്. ഇവിടെ 2 സെക്ടർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡും ബിസിനസ് ഫേംസുമാണ്. ഹൗസ് ഹോൾഡും ബിസിനസ് ഫേംസും ഫാക്ടർ മാർക്കറ്റും ഉണ്ട്, പ്രൊഡക്റ്റ് മാർക്കറ്റും ഉണ്ട്. ഫാക്ടർ മാർക്കറ്റ് ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേംസിലേക്കാണ് പോകുന്നത്. പ്രോഡക്റ്റ് മാർക്കറ്റ് ബിസിനസ് ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കും. അപ്പം ഫാക്ടർ മാർക്കറ്റിൽ എപ്പോഴും ഇൻകം ആർക്കായിരിക്കും? ഹൗസ് ഹോൾഡിനായിരിക്കും. എക്സ്പെൻഡിച്ചർ ബിസിനസ് ഫേംസിനായിരിക്കും. പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻകം ബിസിനസ് ഫേംസിനും എക്സ്പെൻഡിച്ചർ ആർക്കാണ്? ഹൗസ് ഹോൾഡിനുമാണ്. ഇത്രയും കാര്യമാണ് ഈ സർക്കുലർ ഫ്ലോയ്ക്കകത്ത് പറയാനുള്ളത്. ഇനി ഹൗസ് ഹോൾഡിൽ നിന്ന് ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അതിനുള്ള റിവാർഡ്സ് ആര് കൊടുക്കുന്നു? ബിസിനസ് ഫേംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബിസിനസ് ഫേംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ നിന്ന് നമ്മൾ എന്താണ് ഒരു തുക എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള പ്രതിഫലം നമ്മൾ എവിടുന്ന് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേംസിലേക്ക് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡിൻ്റെ എക്സ്പെൻഡിച്ചറും ഫേമിൻ്റെ ഇൻകവുമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഇതുവരെ നമ്മൾ കണ്ടത്
എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ മീനിങ് പഠിച്ചു. അത് കഴിഞ്ഞ് ഡെഫിനിഷൻ നോക്കി, സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് നോക്കി, മാക്രോ എക്കണോമിക് വേരിയബിൾസ് കണ്ടു, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്താണെന്ന് പഠിച്ചു, സർക്കുലർ ഫ്ലോ എന്താണെന്ന് കണ്ടു. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ച് നോക്കുക, ശേഷം മാത്രം ആൻസേഴ്സിലേക്ക് നോക്കുക. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ വായിച്ച് നമ്മൾ തന്നെ ആൻസേഴ്സ് എഴുതുക. എന്നിട്ട് അത് നമ്മുടെ ആൻസേഴ്സുമായി, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസേഴ്സുമായിട്ട് ഒത്തുനോക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 9 questions കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വിച്ച് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഫോക്കസസ് ഓൺ ഇഷ്യൂസ് സച്ച് ആസ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സെക്കൻഡ് വൺ, what are the external factors that affect the economy but are not influenced by it directly? What are the internal factors directly influenced by the economy? What variable is being studied or measured and affected by the other variables? What variable is manipulated to observe its effect on the dependent variable in an economic study? Which type of variable represent the quantity of an economic variable at a specific point in time? Which type of variables represent the rate at which an economic variable changes over time? What is the branch of economics that studies individual economic units such as households, firms, and markets? What is simplified economic model that shows how money flows through an economy using households and firms? And the answers കൊടുത്തിട്ടുണ്ട്. Okay, thank you.